ആ സംഭവം നടക്കുന്ന ദിവസം ഏതാണ്ട് 600-ലധികം മനുഷ്യർക്ക് മരണം സംഭവിച്ചു എന്ന് പറയുന്ന ആ ദുരന്തം നടക്കുന്ന സമയത്ത് ഇവിടെ ആദ്യം ഓടിയെത്തവരിൽ ഒരാളായിരുന്നു നമ്മുടെ മെമ്പർ സുകന്യ. സുകന്യ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് യഥാർത്ഥത്തിൽ ഈ മനുഷ്യരെല്ലാം നമ്മുടെ ഇവിടെ നമ്മുടെ കുറെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. സന്തോഷം നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതിൽ. അപ്പം ഇവര് ശരിക്കും ഒരു രീതിയിൽ ഇവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നെ അത്ഭുതമാണ്. സുകന്യ നമ്മൾ ഒരുപാട് ചിത്രങ്ങളിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. സുകന്യ എനിക്കൊന്ന് എത്ര മണിക്കാണ് സുകന്യ അന്ന് ഇവിടെ എത്തിയത്? ശരിക്കും ഈ ഏത് സ്പോട്ടിലേക്കായിരുന്നു എത്തിയത്? തലേ ദിവസം രാവിലെ ആയിരുന്നു ഫസ്റ്റ് ഇതിന്റെ ഇത് കണ്ടത്. കാശ്മീർ ദ്വീപില് വെള്ളം കയറുകയും. കാശ്മീർ ദ്വീപ് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? കുറഞ്ഞ ദൂരം, ഒരു 1/2 കിലോമീറ്റർ ഒക്കെ അവിടെ വെള്ളം കയറുകയും അവിടെയുള്ള ഫാമിലീസിനെ നമ്മൾ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അന്ന് പകല് ഞങ്ങൾ മുണ്ടക്കൈയിലുണ്ടായിരുന്നു. പഞ്ചായത്തിലെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാരും കൂടെ പുഞ്ചിരിമട്ടത്തെ ആളുകളെയൊക്കെ മാറ്റി പാർപ്പിച്ചു, കുറച്ചുപേരെ സ്കൂളിലേക്ക്. അതിന്റെ പിറ്റേ ദിവസം അന്ന് വൈകുന്നേരം ഒരു 11 മണി വരെ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു, നൈറ്റ്. ഈ പിന്നെ പിറ്റേ ദിവസം വെളുപ്പിനെ 2:30 ആയപ്പോഴാണ് ഞങ്ങളൊക്കെ അറിയുന്നത്. അത് ഫസ്റ്റ് ഉരുളുപൊട്ടൽ കഴിഞ്ഞതിന് ശേഷം അറിയുന്നത്. ആ സമയം മുതൽ രണ്ടാമത്തെ പൊട്ടലിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞു? അതെ. ആ സമയം മുതൽ ഈ സമയം വരെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചു. എനിക്കും ഗോപികൃഷ്ണനും ഒക്കെ അറിയേണ്ട ഒരു കാര്യമുള്ളൂ. അതായത് ഇപ്പം നമ്മുടെ ദൗത്യം എന്താണ്? നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? കാരണം കുറെ കാര്യങ്ങൾ സർക്കാർ അതിജീവനം തന്നെയാണ്. അതിജീവനത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ് നിങ്ങൾ? എന്നെ സംബന്ധിച്ച് പുത്തുമലക്കാരുടെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ ഈ ആളുകൾക്ക്. കാരണം അന്ന് ഈ പുത്തുമലയിൽ ഈ പുനരധിവാസം കാര്യമായി നടന്നില്ലെന്നാണോ പറയുന്നത്? നടന്നിട്ടില്ല. കാരണം ഈ മരിച്ചുപോയവരുടെ ബന്ധുക്കളെയൊക്കെ അവരെയൊക്കെ സഹായിക്കാൻ പറ്റിയില്ലേ? മരിച്ചുപോയവരുടെ ബന്ധുക്കളെ സഹായിക്കാൻ പറ്റി. അതുപോലെ തന്നെ ഇവിടെ ദുരന്തം അനുഭവിച്ച ആളുകളൊക്കെ ഇല്ല. ദുരന്തം അനുഭവിച്ച ആളുകളൊക്കെ ഇന്നും ലിസ്റ്റിന് വെളിയിൽ നിൽക്കുന്നുണ്ട്. അവരൊക്കെ ഇപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. പൂർണ്ണമായിട്ടും ടൗൺഷിപ്പ് എന്ന ഇത് യാഥാർത്ഥ്യമായിട്ടില്ല. ഈ അധികാരികൾ അന്ന് ഓഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റില്ലെന്നാണോ പറയുന്നത്? നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. പുത്തുമല പുനരധിവാസം അവർ പറഞ്ഞിരുന്നത് ടൗൺഷിപ്പ് എന്തായാലും അത് ഇപ്പോഴത്തെ ഈ ദുരന്തത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മളും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും നടത്തും. മാത്രമല്ല ഈ വയനാട് എന്ന് പറയുന്ന ഈ ജില്ല നമ്മുടെ ഒരുപക്ഷെ ടൂറിസം അട്രാക്ഷനിൽ ഏറ്റവും നമുക്ക് വരുമാനം ഉണ്ടാക്കുകയും നമ്മുടെ ഒരുപാട് ആൾക്കാർ ഇത്രയും സൗന്ദര്യമുണ്ട് നമ്മുടെ കേരളത്തിന്റെ മണ്ണിനെന്ന് പുറം ലോകത്തെ അറിയിക്കുകയും ചെയ്തൊരു സ്ഥലമാണല്ലോ ഇത്. അതുകൊണ്ട് ഈ വയനാടിൽ സാധാരണ ജീവിതത്തിലേക്ക് വയനാട് മടങ്ങി വരുന്നത് വരെയും 24 നിങ്ങളോട് ഉണ്ടാവും. നമ്മുടെ ഒരു പ്രഖ്യാപനം എന്നുവെച്ചാൽ നമ്മൾ ഈ 1 വാർത്ത കൊണ്ടോ 2 വാർത്ത കൊണ്ടോ 200 വാർത്ത കൊണ്ടോ നമ്മൾ പിൻവാങ്ങത്തില്ല. നമ്മൾ വാർത്താ പ്രക്ഷേപണം മാത്രമല്ല, സജീവമായിട്ട് ഈ വയനാട്ടിൽ നമ്മൾ ഇറങ്ങും. സുർജിത് അയ്യപ്പത്ത് നമ്മുടെ ഭടനാണ് ഇവിടെ. പിന്നെ ഷഹദ് റഹ്മാനും ഉണ്ട്. ഇവർ രണ്ടുപേരും ഇവിടെ കാണും. വയനാട് സാധാരണ ഗതിയിലേക്ക് വരുന്ന ഇവിടെ ഏറ്റവും ഈ ദുരന്തം നടന്ന് ഏറ്റവും ആദ്യം ഈ സ്പോട്ടിലെത്തി വേറെ ആരും ഇവിടെ നിൽപ്പുണ്ടോ? ആരുണ്ട്? നിങ്ങളെല്ലാവരും. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം ഗോപി.